ഹരേ കൃഷ്ണ. എല്ലാവർക്കും ശ്രീകൃഷ്ണ പത്മ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഭഗവാന് എങ്ങനെയുള്ള ആളുകളെയാണ് കൂടുതൽ ഇഷ്ടം? ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളും ഭഗവാൻ ഒരുപോലെ തന്നെയാണ്. പക്ഷേ എന്നാലും ഭഗവാന്റെ അനുഗ്രഹം, ഭഗവാന്റെ പ്രീതി നേടാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എങ്ങനെയുള്ള ഭക്തരെയാണ് ഭഗവാൻ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഭൗതിക സുഖങ്ങളും ഭൗതിക ദുഃഖങ്ങളും എല്ലാം ഉണ്ടാവില്ലേ? അത് രണ്ടും നമ്മൾ കൈനീട്ടി സ്വീകരിക്കണം. നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് എപ്പോഴും സുഖം അല്ലെങ്കിൽ സേഫ്റ്റി, സംരക്ഷണത്വം എന്നതിലേക്കൊക്കെ പോകുമല്ലേ? ദുഃഖം ആക്സെപ്റ്റ് ചെയ്യാൻ ആരും തയ്യാറല്ല അല്ലേ? അപ്പോൾ അത് രണ്ടും, സുഖവും ദുഃഖവും നമ്മൾ ഒരുപോലെ നമ്മൾ കാണാനായിട്ട് ശ്രമിക്കണം. അതെല്ലാം വരുന്നത് നമ്മുടെ കർമ്മഫലങ്ങൾ കൊണ്ടാണ്. നമ്മളതെല്ലാം അനുഭവിച്ചേ മതിയാകൂ എന്നുള്ളൊരു മനസ്സിൻ്റെ ദൃഢനിശ്ചയം നമുക്ക് ഉണ്ടാവണം. കൂടാതെ ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് വെച്ചാൽ, എപ്പോഴും സുഖം ഉണ്ടായാലും ശരി ദുഃഖം ഉണ്ടായാലും ശരി എന്ത് തന്നെ വന്നാലും ധർമ്മത്തിൽ ഊന്നിയിട്ടുള്ളൊരു ധർമ്മം പരിപാലിക്കുന്ന ഒരു വ്യക്തിയെ ഭഗവാൻ എപ്പോഴും തുണയ്ക്കും. മനസ്സിലാവുണ്ടോ? ഏത് തന്നെ മേഖലയിലായാലും എന്ത് തന്നെ വന്നാലും ആ ധർമ്മത്തിൽ ഊന്നി ഞാൻ എനിക്ക് നല്ലത്, അല്ലെങ്കിൽ നല്ലതെന്താണ്, ശരിയായ വസ്തുത ചെയ്യുകയുള്ളൂ എന്നുള്ളൊരു നിശ്ചയത്തോടെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അത് ധർമ്മമാണ് അല്ലേ? അത് ശരിയല്ല എന്നുള്ള കാര്യം നമ്മൾ എത്ര തന്നെ നമുക്ക് മോശം അവസ്ഥ ഉണ്ടായാലും നമ്മളത് ചെയ്യരുത്. അപ്പോൾ നമ്മളെപ്പോഴും ധർമ്മത്തിൽ ഊന്നിയിട്ടുള്ള ഒരു ജീവിതമായിരിക്കണം നമ്മുടേത്. അങ്ങനെയുള്ള വ്യക്തികളെ ഭഗവാൻ ഒരുപാട് ഇഷ്ടമാണ്. കൂടാതെ എല്ലാ നേരത്തും ഭഗവാനെ വിളിച്ചില്ലെങ്കിലും സ്മരിക്കാനും ഭഗവാനോട് സ്നേഹം പുലർത്താനും, അതെങ്ങനെ ആയിക്കോട്ടെ, ചിത്രരചനയിലൂടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പാട്ട് പാടിയിട്ടായിട്ട് ആയിക്കോട്ടെ, എന്ത് തന്നെ നമ്മൾ സമർപ്പിച്ചിട്ട്, ഭക്ഷണ പദാർത്ഥങ്ങൾ സമർപ്പിച്ചിട്ടായിക്കോട്ടെ, ആ ഭക്തന് എന്താണോ ഇഷ്ടം അത് വളരെ സ്നേഹത്തോടെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ഭക്തന്മാരെയും ഭഗവാൻ ഒരുപാട് ഇഷ്ടമാണ്. കൂടാതെ ഇതൊന്നും എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഭഗവാനെ സ്നേഹത്തോടെ വിളിച്ച് കരയുന്ന ഭക്തനെയും ഭഗവാൻ ഒരുപാട് ഇഷ്ടമാണ്. കൂടാതെ സത്യസന്ധത, നിഷ്കളങ്കത, ആരെയും ദ്രോഹിക്കാതിരിക്കുക, പരദൂഷണം പറയാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള വ്യക്തികളെ ഭഗവാൻ ഒരുപാട് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഒന്നും ആഗ്രഹിക്കാതെ, അതായത് നമ്മളുടെ സ്വാർത്ഥപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കാതെ, നമ്മൾ ഇങ്ങനെ മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട് നമ്മളിങ്ങനെ ഭഗവാനെ സ്നേഹിക്കുക. ഫോർ എക്സാമ്പിൾ, ഭഗവാനെ നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ ഭഗവാനെ സ്നേഹിക്കുക, ഭഗവാനെക്കുറിച്ച് ഓർക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. അതായത് വിളക്ക് വയ്ക്കുമ്പോഴായിക്കോട്ടെ, മാല കെട്ടുമ്പോഴായിക്കോട്ടെ, ഭഗവാന്റെ ഓർമ്മകൾ നമ്മളിങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കുക. അതായത് വേറെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാതെ ഭഗവാനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുക. ഭഗവാന്റെ കാര്യങ്ങളിൽ ഇങ്ങനെ മുഴുകി ജീവിക്കുന്നവരെ ഭഗവാൻ ഒരുപാട് ഇഷ്ടമാണ് എന്ന് കരുതി നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിനോടൊപ്പം നമ്മൾ ഭഗവാനെ ഓർക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ എന്താവുമെന്നറിയോ? നമ്മളെ ഭഗവാൻ ഇങ്ങോട്ട് ചേർത്ത് പിടിക്കും. അല്ലാതെ നമ്മൾ വേറെ പ്രവർത്തനത്തിലേക്ക് നമ്മളെ പറഞ്ഞു വിടാതെ നമുക്ക് എല്ലാ സാഹചര്യങ്ങളും ഭഗവാൻ തരും. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഭഗവാൻ തരും. ഒരുപക്ഷെ ഭഗവാൻ നമ്മുടെ മുമ്പിലും പല ആളുകളുടെ ശബ്ദങ്ങളായിട്ടും മുഖത്തിലെ എക്സ്പ്രഷനായിട്ടും ഒക്കെ ഭഗവാൻ നമ്മുടെ മുമ്പിൽ വരും. അത് നമുക്ക് തിരിച്ചറിയാനും സാധിക്കട്ടോ. അത് സാധാരണ വ്യക്തിയല്ല, അത് അങ്ങനെ എൻ്റെ അടുത്ത് സംസാരിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ എൻ്റെ അടുത്ത് പെരുമാറിയത്, ആ സമയം അത് ഈശ്വരനാണ്, അത് ഭഗവാനാണെന്ന് നമുക്ക് തിരിച്ചറിയാനും നമുക്ക് കഴിയും. കൂടാതെ ആ നിഷ്കളങ്ക ഭക്തി കൊണ്ട് നമുക്ക് മെഡിറ്റേഷനിലിരുന്നാൽ തന്നെ നമുക്ക് കുണ്ടലിനി ശക്തി ഉണരുകയും നമുക്ക്
ഈശ്വരനെ കാണാനും നമുക്ക് സാധിക്കും. പിന്നെ നമുക്കങ്ങനെ ഒരുപാട് ദൈവിക അനുഭവങ്ങൾ ഉണ്ടാവും. അപ്പോൾ സത്യസന്ധരും നിഷ്കളങ്കരും അതുപോലെ ധർമ്മത്തിൽ ഊന്നിയിട്ടുള്ള ജീവിക്കുന്ന ആളുകളെ ഭഗവാൻ ഒരുപാട് ഇഷ്ടമാണ്.